യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ താരിഫ് നയങ്ങൾ അമേരിക്കൻ ഉപഭോക്താക്കൾക്ക് അധിക സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കാൻ സാധ്യതയെന്ന് റിപ്പോർട്ട്. ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അധിക നികുതി ചുമത്തുന്നതിലൂടെ വിവിധ ഉൽപ്പന്നങ്ങളുടെ വില ഉയരാൻ സാധ്യതയുണ്ട്. വസ്ത്രങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ, മദ്യം, വാഹനങ്ങൾ, വീട്, ഊർജം തുടങ്ങിയവയുടെ വില വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് BBC റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിലും സാധാരണക്കാരുടെ ജീവിതത്തിലും എങ്ങനെയെല്ലാം പ്രതിഫലിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ ഉറ്റുനോക്കുകയാണ്. ട്രംപിന്റെ താരിഫ് നയങ്ങൾ പല രാജ്യങ്ങളിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കാൻ ഇടയാക്കും. ചൈന, വിയറ്റ്നാം, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള വസ്ത്രങ്ങളുടെയും പാദരക്ഷകളുടെയും ഇറക്കുമതിക്ക് ഉയർന്ന നികുതി ഈടാക്കാൻ ട്രംപ് ഭരണകൂടത്തിന് പദ്ധതിയുണ്ട്. ഇത് ടാർഗറ്റ്, വാൾമാർട്ട് പോലുള്ള വൻകിട സ്റ്റോറുകളെയും ലെവി സ്ട്രോസ്, നൈക്കി പോലുള്ള വസ്ത്ര ബ്രാൻഡുകളെയും പ്രതികൂലമായി ബാധിക്കുമെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. മാസങ്ങളായി വസ്ത്രവിലയിൽ കുറവ് ഉണ്ടായിരുന്നെങ്കിൽ ഇക്കഴിഞ്ഞ മെയ് ജൂൺ മാസങ്ങളിൽ വസ്ത്രവിലയിൽ 0.4% വർധന രേഖപ്പെടുത്തി. വസ്ത്രവിലയിൽ 37% വരെ വർധനമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന പ്രവചനമുണ്ട്. കാപ്പി, ഒലിവ് ഓയിൽ തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളുടെ വിലയും ഉയരാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. ബ്രസീലിൽ നിന്നുള്ള കാപ്പിക്ക് 50% വരെ താരിഫ് ചുമത്താൻ സാധ്യതയുണ്ട്. വിയറ്റ്നാമിൽ നിന്നുള്ള കാപ്പിക്ക് 20% താരിഫും ചുമത്തിയേക്കാം. യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 15% താരിഫ് ചുമത്തുന്നതിനാൽ ഇറ്റാലിയൻ, സ്പാനിഷ്, ഗ്രീക്ക് ഒലിവ് ഓയിലുകളുടെ വിലയും ഉയരും. മെക്സിക്കോയിൽ നിന്നുള്ള തക്കാളി, അവക്കാഡോ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്കും താരിഫ് ബാധകമാണ്. ഭക്ഷ്യവസ്തുക്കളുടെ വിലയിൽ 3.4% വരെ വർധനമുണ്ടാകാനും പച്ചക്കറികളുടെ വില കുത്തനെ ഉയരാനും സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. യൂറോപ്പിൽ നിന്നുള്ള മദ്യത്തിന്റെ ഇറക്കുമതിക്കും അധിക നികുതി നൽകേണ്ടി വരും. യൂറോപ്യൻ കമ്പനികൾ പ്രതിവർഷം 9 ബില്യൺ യൂറോയുടെ മദ്യം അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നുണ്ട്. മെക്സിക്കൻ ബിയറുകൾക്കും വില കൂടാൻ സാധ്യതയുണ്ട്. ബിയർ ക്യാനുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലുമിനിയത്തിന് ചുമത്തുന്ന നികുതി മൂലമാണ് ബിയറുകൾക്ക് വില വർദ്ധിക്കാൻ ഇടയാക്കുക. യുഎസിൽ ഭൂരിഭാഗവും ക്യാൻ ബിയറുകളാണ് വിപണിയിൽ എത്തിക്കേണ്ടത്. വിദേശത്ത് നിർമ്മിക്കുന്ന കാറുകളുടെ വില വർദ്ധിപ്പിച്ച് അമേരിക്കൻ കമ്പനികൾക്ക് ഉത്തേജനം നൽകാനാണ് ട്രംപിന്റെ ശ്രമം. ഇതിന്റെ ഭാഗമായി ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങൾക്ക് 25% നികുതി ചുമത്തിയിരുന്നു. പിന്നീട് ഇത് യൂറോപ്യൻ യൂണിയൻ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള കാറുകൾക്ക് 15% കുറച്ചു. ഉരുക്ക്, അലുമിനിയം എന്നിവയുടെ താരിഫ് വർദ്ധിപ്പിച്ചത് വീട് നിർമ്മാണത്തിനുള്ള ചെലവ് വർദ്ധിക്കാൻ ഇടയാക്കുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തടി, ഇരുമ്പ്, ഉരുക്ക്, ചെമ്പ് എന്നിവയുടെ പ്രധാന വിതരണക്കാരായ കാനഡയുമായുള്ള വ്യാപാര തർക്കം പരിഹരിച്ചില്ലെങ്കിൽ വീടുകളുടെ വില ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. കനേഡിയൻ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ റിപ്പോർട്ട് പ്രകാരം യുഎസ് അവരുടെ മരത്തിന്റെ 69%, ഇരുമ്പിന്റെയും ഉരുക്കിന്റെയും 25%, ചെമ്പിന്റെ 18% എന്നിവ കാനഡയിൽ നിന്നാണ് വാങ്ങുന്നത്. യൂറോപ്പുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം യൂറോപ്പ് അമേരിക്കയിൽ നിന്ന് കൂടുതൽ എണ്ണയും വാതകവും വാങ്ങുന്നതോടെ റഷ്യയിൽ നിന്നുള്ള എണ്ണയുടെയും വാതകത്തിൻ്റെയും ഇറക്കുമതി കുറച്ചേക്കാം. അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വിതരണം ചെയ്യുന്ന രാജ്യമായ കാനഡയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിക്ക് 10% നികുതി ചുമത്തുന്നത് ഇന്ധനവില വർദ്ധിക്കാൻ ഇടയാക്കുമെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.